ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മഷ്റൂം പെപ്പർ ഫ്രൈ ആണ്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു 3 പാക്കറ്റ് മഷ്റൂമാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വലിയ സവോള 2 എടുത്തിട്ടുണ്ട്. അതിൽ ഒരു സവോള ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ചോപ്പറിലാണ് ചെയ്തത്, അപ്പോൾ അതിനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ വഴറ്റിയതിലേക്ക് നമ്മൾക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, മല്ലിപ്പൊടി ആൻഡ് ചിക്കൻ മസാല, ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരയ്ക്കും നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ പച്ച മണമാണ് ഇതിൽ പോകേണ്ടത്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് മഷ്റൂമിൽ പിടിക്കാത്ത പോലെ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ ഈ മസാല നല്ല പോലെ ഒന്ന് വഴറ്റി എണ്ണ തെളിയാൻ വെക്കണം. ഇപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് കറിക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ചുടുവെള്ളമാണ്. 2 പ്രാവശ്യമായിട്ട് ചുടുവെള്ളം യൂസ് ചെയ്തിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ അനുവദിക്കണം. ആ ഒരു കുക്കിംഗ് പ്രോസസ്സാണ് പലവരും സ്കിപ്പ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മസാല പിടിക്കാത്ത പോലെ തോന്നുന്നത്. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും 2ാമത്തെ പ്രാവശ്യം കൂടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഈ മസാല നന്നായിട്ട് ഒന്ന് മുകളിൽ എണ്ണ തെളിയുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം ഇടുക. ഏത് മഷ്റൂം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് മഷ്റൂമാണ്, ബട്ടൺ മഷ്റൂംസ്. അത് ഒരു 3 പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക. എന്താ വെച്ചാൽ ഈ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആദ്യം നമുക്ക് കാണാൻ ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കതിന്ന് വെള്ളം ഇറങ്ങി കുറച്ച് ചെറുതായിട്ട് ചുങ്ങിപ്പോവും. അപ്പോൾ ഇനി നമ്മൾ ഒന്നും കൂടി അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തുറന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് ഇടുന്ന സമയത്ത് സൂപ്പറായിരിക്കും. തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. ആ തേങ്ങാക്കൊത്ത് അതിൽ കിടന്നൊന്ന് വേവട്ടെ. ഇനി നമ്മളിതിലേക്ക് ഒന്ന് ഇളക്കുന്ന സമയത്ത് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. വെള്ളം നല്ലോണം മഷ്റൂമിൽ നിന്ന് വരും. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ അനുവദിക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊരു പൊടി ഉണ്ടാക്കണം, വിച്ച് ഇസ് പെപ്പർ മസാല. അതായത് മഷ്റൂം പെപ്പറാണല്ലോ. അപ്പോൾ ആ പെപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ മുഴുവനുള്ള കുരുമുളകാണ് എടുക്കുന്നത്. മുഴുവനുള്ള കുരുമുളകും അതേമാതിരി തന്നെ ഞാൻ പെരിഞ്ജീരകവും എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ നോക്കുന്ന സമയത്ത് വെള്ളമൊക്കെ നന്നായി വന്ന് നന്നായിട്ട് നല്ലൊരു ഗ്രേവി പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഏതൊരു പെപ്പർ മസാലയ്ക്കും ഈ ഒരു പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ, ഈ പൊടി പൊടിച്ചു വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോഴേക്കപ്പോഴേ ഉണ്ടാക്കി പൊടിച്ച് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതാ ഈ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ പെപ്പർ നല്ലപോലെ പച്ചമണം പോകണം. അതുവരയ്ക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. സ്ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്ന വരയ്ക്കും അതിൽ ഇരിക്കട്ടെ, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ മഷ്റൂം പെപ്പർ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നമ്മുടെ അമ്പലത്തിൽ, അതായത് കോവിൽ ടെമ്പിൾ സ്റ്റൈലിലുള്ള ഒരു മറ്റേ തൈര് സാദമാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കുള്ള ഡിന്നർ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പിൾ സ്റ്റൈൽ തൈര് സാദം വിത്ത് നമുക്ക് മഷ്റൂം പെപ്പർ ഫ്രൈ ആണ് നമ്മുടെ ഡിന്നർ ഉണ്ടായിരുന്നത്. അമേസിങ് കോമ്പിനേഷനാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, മറക്കാതെ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ വരൂ കഴിക്കാം മഷ്റൂം പെപ്പർ ഫ്രൈ, ടെമ്പിൾ സ്റ്റൈൽ തൈര് സാദം. ചാൻസേ ഇല്ല. എനിക്കൊന്നും പറയാനില്ല, അത്രയ്ക്ക് സൂപ്പറായിട്ട്. അമേസിങ്. ലാസ്റ്റ് നമ്മളൊരു പൊടി ഇട്ടില്ലേ,
തരിതരിപ്പായ കുരുമുളക്, ഇടയിൽ കടിക്കാൻ കിട്ടുന്ന തേങ്ങാക്കൊത്ത്, കിണ്ണം കാച്ചിയ ഡിഷ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, നിങ്ങൾ ഉണ്ടാക്കി നോക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. Till then, take care and bye-bye.